കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വത്തിക്കാനിലെ വസതിയിലായിരുന്നു അന്ത്യം. കൂടുതൽ വിശദാംശങ്ങളുമായി സരുൺ എ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സരുൺ, മാർപ്പാപ്പമാരിൽ തന്നെ ഏറ്റവും പുരോഗമനവാദിയായി കാണപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു നമ്മളിപ്പോൾ വിട പറഞ്ഞ ശ്രീ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രവർത്തനത്തെ എങ്ങനെ ഓർത്തെടുക്കാം? പ്രവിധ ആഗോള കത്തോലിക്ക സഭയിൽ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പമാരെല്ലാം അവർ വിമർശന വിധേയരായത് അവരുടെ രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിലൊക്കെ തന്നെയായിരുന്നു. കാരണം സമീപകാലത്ത് ഒന്നാം ലോകമഹായുദ്ധകാലത്തും അതുപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധകാലത്തും ശീത യുദ്ധകാലത്തും ഒക്കെ തന്നെയും ഈ മാർപ്പാപ്പമാർ അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ട് ഏറെ വിമർശന വിധേയരായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഈ സമീപകാല മാർപ്പാപ്പമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സന്ദേശം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ആഹ്വാനം ചെയ്തുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ ദിന സന്ദേശം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതു സമയത്തും അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ തന്നെ ഏറ്റവും അരികവൽക്കരിക്കപ്പെട്ട ജനതയോടൊപ്പം നിന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, പാവപ്പെട്ടവരുടെ പോപ്പായി അറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ തന്നെയും സഭയിൽ വലിയ ചർച്ചകൾക്കും സഭയിലെ പരിഷ്കരണങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2013 മാർച്ച് 13 അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പേപ്പൽ കോൺക്ലേവ്, ആ കോൺക്ലേവിന് ശേഷം അദ്ദേഹം മാർപ്പാപ്പമാർ അതിന് ശേഷമായിരിക്കും പോപ്പ് എന്ന സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അവരുടെ പേര് സ്വീകരിക്കുക. അതുവരെ അദ്ദേഹം ഹോർഹെ മരിയോ ബെർഗോളിയ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പുതിയ മാർപ്പാപ്പ എന്ത് പേര് സ്വീകരിക്കുമെന്നുള്ള ചർച്ചകളൊക്കെ തന്നെയും ഇങ്ങനെ ഉരുണ്ടുകൂടുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. വത്തിക്കാനിലെ ആ ചിമ്മിനിയിൽ വെള്ളപ്പുക ഉയർന്നതിന് ശേഷം വിശ്വാസികളൊക്കെ തന്നെയും ആലോചിക്കുകയും പരസ്പരം ചോദിക്കുകയും ചെയ്തു പുതിയ മാർപ്പാപ്പ ഏത് പേരിൽ അറിയപ്പെടും എന്നത്. അപ്പോഴാണ് വത്തിക്കാനിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട് പുതിയ മാർപ്പാപ്പയെ പ്രഖ്യാപിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നായിരുന്നു അന്ന് അവിടെ പ്രഖ്യാപിച്ചത്. അന്ന് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു ആ 2013 മാർച്ച് 13 കാരണം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ ആരാണ്? ഈ ഫ്രാൻസിസ് എന്നുള്ള ചോദ്യമൊക്കെ ആ സമയത്ത് വളരെ ചർച്ചയായിരുന്നു. എന്തുകൊണ്ട് ആ പേര് സ്വീകരിച്ചു എന്നുള്ളതൊക്കെ. ഫ്രാൻസിസ് അസീസി, അതായത് ഇറ്റലിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേരാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട് ആ പേര് തിരഞ്ഞെടുത്തു? അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വിശുദ്ധൻ അദ്ദേഹം സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം പിന്നീട് ആ സമ്പന്നതയൊക്കെ ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം ദരിദ്രപക്ഷത്ത് അല്ലെങ്കിൽ ദരിദ്രരോടൊപ്പം അദ്ദേഹം നിലകൊണ്ടു. അതുപോലെ തന്നെ ദരിദ്ര ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത്. ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ ഏറ്റവും വലിയ സഭകൾക്കും ഒക്കെ തുടക്കമിട്ട ആളാണ് അങ്ങനെ ഫ്രാൻസിസ് അസീസി, ദരിദ്രപക്ഷത്ത് നിന്ന വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയായ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പിന്നീട് വത്തിക്കാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പുറത്തേക്കുള്ള ആദ്യത്തെ യാത്ര അതൊരു ദ്വീപിലേക്കായിരുന്നു. ആ ദ്വീപ് എന്ന് പറയുന്നത് ഇറ്റലിയുടെ കൈവശമുള്ള ലാംബഡൂസ എന്ന ദ്വീപിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വത്തിക്കാന് പുറത്തേക്കുള്ള ആദ്യത്തെ യാത്ര. അതെന്തുകൊണ്ട് ആ ദ്വീപിലേക്ക് പോയി എന്നുള്ള അന്ന് വലിയ ചർച്ചയായിരുന്നു. കാരണം വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ അഭയാർത്ഥി പലായനത്തിൻ്റെ ഒരു സമയം കൂടിയായിരുന്നു ഈ 2010 ശേഷമുള്ള കാലഘട്ടം. ആ സമയം നിരവധി പേരാണ് വടക്കൻ ആഫ്രിക്കയിൽ നിന്നൊക്കെ യൂറോപ്പിലേക്ക് കുടിയേറ്റവും അതുപോലെ തന്നെ പലായനമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലം. അന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെയും ഈ കുടിയേറ്റത്തിനെതിരെ നിലപാടെടുത്ത ഒരു സമയം കൂടിയായിരുന്നു. ആ സമയത്ത് ഈ അഭയാർത്ഥികൾ പലായനം ചെയ്യുന്ന വഴിക്കുള്ള ഈ ലാംബഡൂസ ദ്വീപിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തുന്നു. അവിടെ ഈ പലായനത്തിനിടെ ജീവൻ പൊലിഞ്ഞ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ആളുകൾക്കും അഭയാർത്ഥികൾക്കും വേണ്ടി അദ്ദേഹം കുർബാന നടത്തുന്നു. അവർക്ക് ആ കടലിൽ അദ്ദേഹം പൂക്കളർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ആ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ മാർപ്പാപ്പയുടെ കീഴിൽ ഇനി എന്തൊക്കെ സഭയിൽ സംഭവിക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ലാംബഡൂസ ദ്വീപിലേക്കുള്ള സന്ദർശനം.
അതുമാത്രമല്ല, പിന്നീട് ആ സമയത്ത് സഭ ഏറ്റവും കൂടുതൽ വിമർശനം അല്ലെങ്കിൽ പഴി കേട്ട സമയം കൂടിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. കാരണം എന്തുകൊണ്ട് ജോസഫ് റാറ്റ്സിംഗർ എന്ന് അറിയപ്പെട്ടിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സഭയുടെ തലപ്പത്തു നിന്ന് രാജിവെച്ചു എന്നുള്ള ചോദ്യവും ആ സമയത്ത് ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. വത്തിക്കാനിലെ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചിടത്തോളമുള്ള വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ അത് സംബന്ധിച്ചുള്ള പത്രവാർത്തകളൊക്കെ തന്നെയും ഈ ആഗോള കത്തോലിക്ക സഭയെ പിടിച്ചുലച്ച ഒരു സമയം കൂടിയായിരുന്നു ആ സമയം. അതിനു പുറമെ വൈദികരുടെ പല രാജ്യങ്ങളിലായി കത്തോലിക്ക വൈദികരുടെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ തന്നെയും അതിനെതിരെ പരാതി ഉയരുകയും സഭാ നേതൃത്വം അത് കണ്ടില്ലെന്ന് നടിച്ചെന്ന വിമർശനം ഉയരുകയും ചെയ്തിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തൊക്കെ ഇക്കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരും എന്നുള്ള ചോദ്യങ്ങളും വലിയ രീതിയിൽ ഉയർന്നിരുന്നു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൃത്യമായ വഴിയുണ്ടായിരുന്നു. അദ്ദേഹം ആ വഴി തന്നെ, അദ്ദേഹത്തിൻ്റെ കൃത്യമായ വഴി തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയുണ്ടായി. അദ്ദേഹം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അഭയാർത്ഥികൾക്ക് അനുകൂലമായി നിലപാടെടുത്ത അദ്ദേഹം ഈ വൈദികരുടെ ലൈംഗിക അതിക്രമത്തിന് വിധേയരായ ഇരകളെ അദ്ദേഹം നേരിൽ സന്ദർശിച്ചു. ഒരു രാജ്യത്ത് അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോൾ അവിടെ വളരെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ ഒട്ടും ആളുകൾ വന്നില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് മാർപ്പാപ്പയെ കാണാൻ അവിടെ എത്തിയത്. ഏറെ കത്തോലിക്കരുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് എത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം കൂടെയുള്ള വൈദികരോടും കർദിനാൾമാരോടുമൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഈ വൈദികരുടെ ലൈംഗിക അതിക്രമത്തിൽ മേൽ സഭ നടപടിയെടുക്കുന്നില്ല, അതിൽ പ്രതിഷേധിച്ചാണ് അവിടെ വിശ്വാസികൾ മാർപ്പാപ്പയെ കാണാൻ വരാത്തത് എന്നാണ് അന്ന് അവർ മറുപടി നൽകിയത്. അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് ഈ വൈദികരുടെ ലൈംഗിക പീഡനത്തിനിരയായവരുടെ പ്രതിനിധികളെ അദ്ദേഹം വത്തിക്കാനിലേക്ക് നേരിട്ട് ക്ഷണിച്ചു. അവരുമായി ചർച്ചകൾ നടത്തി. അവരുടെ ഒരു പ്രതിനിധിയെ വത്തിക്കാനിലെ ഭരണ ചുമതലയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അദ്ദേഹം അങ്ങനെ നൽകി. അങ്ങനെയാണ് അദ്ദേഹം മുൻകാല ചെയ്തികളിൽ നിന്ന് സഭയുടെ ചെയ്തികളിൽ അദ്ദേഹം വലിയ തിരുത്തൽ വരുത്തിയത്. നോക്കൂ, ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വനിതകളുടെ സാന്നിധ്യം, സഭാഭരണത്തിൽ വനിതകളുടെ സാന്നിധ്യം വളരെ ശുഷ്കമാണ്. വത്തിക്കാനിലെ ഭരണ സംവിധാനത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഏറെ ചെറുതാണ്. ആ സമയത്ത് അദ്ദേഹം 330ഓളം സിനഡുകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു ചേർത്തിരുന്നത്. ആ സിനഡുകളിലൊക്കെ തന്നെയും സ്ത്രീകളുടെ സാന്നിധ്യം അദ്ദേഹം ഉറപ്പിക്കുമായിരുന്നു. അതിനു പുറമെ വത്തിക്കാനിലെ ഭരണ സംവിധാനങ്ങളിലും അദ്ദേഹം സ്ത്രീ പ്രാതിനിധ്യം അദ്ദേഹം ഉറപ്പിച്ചു. പക്ഷേ വനിതകൾക്ക് പുരോഹിത പദവി നൽകുക എന്ന നിർദ്ദേശത്തോട് അദ്ദേഹം എതിർക്കുന്ന നിലപാടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. സഭ എക്കാലവും എതിർത്ത് പോന്നിരുന്ന ഗർഭചിത്രത്തിലും അദ്ദേഹത്തിന് മറ്റൊരു നിലപാടും ഉണ്ടായിരുന്നില്ല. സഭയോട് യോജിച്ച നിലപാടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് അദ്ദേഹം പുലർത്തിയിരുന്ന കാരുണ്യവും അതുപോലെ തന്നെ അവരെ ചേർത്ത് നിർത്തിയിരുന്ന നിലപാടും ലോകത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു. സരുൺ, അതില് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ലാളിത്യം എല്ലാ കാലത്തും മുഖമുദ്രയാക്കിയ ഒരാൾ. അതുപോലെ നേരത്തെ സരുൺ പറഞ്ഞതുപോലെ തന്നെ അശരണർക്ക്, ആലംബഹീനർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, അവർക്കെല്ലാവർക്കും തുണയായിരുന്നു. അവരുടെ കാര്യങ്ങൾക്ക് യാതൊരു മുഖം നോക്കാതെ അദ്ദേഹം ഒപ്പം നിന്നു. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ സന്യാസ സമൂഹത്തിന് ഒന്നാകെ അവർക്ക് ഓരോരോ പദവികൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ ഓരോരോ ഉത്തരവാദിത്തങ്ങളിൽ അവർ ഏർപ്പെടുമ്പോൾ പലപ്പോഴും ഈ വിമർശനങ്ങളെ ഭയന്ന് എന്ന് തന്നെ വേണം പറയാൻ, അവർ പലപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തമായ ശക്തമായ നിലപാടെടുക്കാൻ മടിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മാർപ്പാപ്പ ഒരു വശത്ത് ലളിത ജീവിതം നയിക്കുന്നു, വളരെ സൗമ്യനായി എപ്പോഴും കാണപ്പെടുന്നയാളെങ്കിലും ആ സൗമ്യതയിലൂടെ തന്നെ തൻ്റെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം എല്ലാ കാലത്തും വിയോജിപ്പാണെങ്കിൽ അത് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണം യുദ്ധക്കുറ്റം അത് ആവർത്തിച്ച് ചെയ്യുന്നത് ഏത് രാജ്യമായാലും അവരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നു, യുദ്ധത്തിന് ഇരയായവരെ തന്നോട് ചേർത്ത് നിർത്തുന്നു. ആ ഒരു വശവും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ. സ്മിത, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വിപ്ലവകരമായ തീരുമാനങ്ങൾ അത് പ്രായോഗികതയിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം കഴിവുകളുള്ള ശക്തരായ ഭരണാധികാരികൾക്ക് അത് സാധിക്കൂ എന്ന് നമ്മൾ പലപ്പോഴും വിലയിരുത്താറുണ്ട്. അങ്ങനെ ശക്തനായ ഒരു ഭരണാധികാരി തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. തൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം അശേഷം വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല, നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം ജസ്യൂട്ട് സഭയിലെ വൈദികനായിരുന്നു. സാധാരണ ജസ്യൂട്ട് സഭയിൽ നിന്ന്
നമ്മൾ ഈശോ സഭ എന്ന് പറയും. ആ സഭയിൽ നിന്ന് സാധാരണ വൈദികരാരും തന്നെ ബിഷപ്പ് പദവിയോ അല്ലെങ്കിൽ സഭയുടെ അത്തരത്തിലുള്ള ഉന്നത പദവികളോ സ്വീകരിക്കാറോ ഇല്ല. പക്ഷേ ഹോർഹെ ബെർഗോളിയോ എന്ന് പറയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ചെറുപ്പകാലത്ത് തന്നെ 33-ാം വയസ്സിലാണ് അദ്ദേഹം വൈദികനായത് ജസ്യൂട്ട് സഭയിൽ. പിന്നീട് 38-ാം വയസ്സിൽ അദ്ദേഹം അർജന്റീനയിൽ ആ സഭയുടെ പ്രൊവിൻഷ്യാളായി, അതായത് അർജന്റീനയിൽ ആ സഭയുടെ നേതാവായി ഹോർഹെ ബെർഗോളിയോ ചുമതലയേൽക്കുന്നു. ആ സമയം സഭയിൽ വലിയ തർക്കങ്ങളും അതുപോലെ തന്നെ ഭിന്നതകളും നിലനിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. രണ്ടാം വത്തിക്കാൻ സൂനകദോസിന് ശേഷം സഭയിൽ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ പേരിൽ വലിയ തർക്കങ്ങൾ നടക്കുന്ന ഒരു സമയം. അവിടെ ഏത് പക്ഷത്ത്, അതായത് രണ്ട് പക്ഷക്കാരായിരുന്നു അന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതിലൊരു പക്ഷക്കാർ യാഥാസ്ഥിതികവാദികൾ, മറ്റുള്ളവർ പള്ളികളിലേക്കല്ല, ചർച്ചുകളിലേക്കല്ല വിശ്വാസികൾ വരേണ്ടത്, വിശ്വാസികളുടെ ഇടയിലേക്കാണ് ചർച്ച ഇറങ്ങി ചെല്ലേണ്ടത് എന്ന നിലപാട് പുലർത്തുന്ന പുരോഗമനവാദികളും. അങ്ങനെ വലിയ തർക്കം നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ജസ്യൂട്ട് സഭയിൽ പ്രത്യേകിച്ചും വളരെ വലിയ ഭിന്നതകൾ ഉടലെടുത്ത ഒരു കാലം. ആ സമയം തന്നെയാണ് അർജന്റീനയിൽ പട്ടാള ഭരണകൂടം, ഹോർഹെ വിദേലയുടെ പട്ടാള ഭരണകൂടവും വരുന്നത്. ഈ സമയം സഭയുടെ നിലനിൽപ്പ് തന്നെ അവിടെ പ്രതിസന്ധിയിലായ ഒരു സമയം കൂടിയായിരുന്നു. ഈ സമയത്ത് ജസ്യൂട്ട് സഭയുടെ വത്തിക്കാനിലെ അധികാരികൾ ഹോർഹെ ബെർഗോളിയെ ആ പ്രൊവിൻഷ്യാലിൻ്റെ ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ഭരണ നയചാതുര്യം ആ സമയത്ത് സഭ കണ്ടതാണ്. പുരോഹിതന്മാരെ സംരക്ഷിച്ച് എങ്ങനെ നിർത്താം, അതായത് പട്ടാള ഭരണകൂടം ഈ സഭയെ വേട്ടയാടുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആ സമയത്ത് എങ്ങനെ പുരോഹിതരെ സംരക്ഷിച്ച് നിർത്താം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭരണ നയചാതുര്യം ആ സമയത്ത് കണ്ടതാണ്. പിന്നീട് അദ്ദേഹം പല സമയത്തും ഈ ഒരു നിലപാടിൻ്റെ പേരിലൊക്കെ തന്നെയും വളരെ വിമർശന വിധേയനായിട്ടുണ്ട്. അദ്ദേഹത്തെ ബ്യൂണസ് അയേഴ്സിൽ നിന്നും അർജന്റീനയുടെ മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥലം മാറ്റിയത് തന്നെ പ്രൊവിൻഷ്യൽ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്തി സാധാരണ വൈദികനായി മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തെ പിൻകാലത്ത് മാറ്റുകയുണ്ടായി. ഇതൊക്കെ തന്നെയും ഈ സഭയ്ക്കുള്ളിലെ തർക്കങ്ങളുടെ പേരിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണ ഇടപെടലുകളിലും നിലപാടുകളിലുമൊക്കെ തന്നെയും സഭയ്ക്ക് സംശയങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം സഹായമെത്രാനായി ഉയർത്തപ്പെടുന്നത്. പിന്നീട് ബിഷപ്പായി അദ്ദേഹം ഉയർത്തപ്പെട്ടു. ബ്യൂണസ് അയേഴ്സിൻ്റെ ആർച്ച് ബിഷപ്പാകുന്നത് 1998-ലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് അദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം സ്വീകരിച്ച നിലപാടുകൾ ആയി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ബ്യൂണസ് അയേഴ്സിൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന് പറയപ്പെടുന്നത് അർജന്റീനയുടെ കത്തോലിക്ക രാജ്യമായ അർജന്റീന സഭയ്ക്കുള്ളിൽ വലിയ പദവിയാണ്. അദ്ദേഹത്തിന് അവിടെ ബ്യൂണസ് അയേഴ്സിൽ വലിയ മന്ദിരത്തിൽ അദ്ദേഹത്തിന് താമസിക്കാം. പക്ഷേ അദ്ദേഹം ആർച്ച് ബിഷപ്പായ ശേഷം ആ മന്ദിരം, ആ കൊട്ടാര സദൃശ്യമായ ആ മന്ദിരം തിരഞ്ഞെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു സാധാരണ ഒരു ക്വാർട്ടേഴ്സിലാണ് അന്ന് ഹോർഹെ ബെർഗോളിയോ താമസിച്ചത്. സ്വന്തമായി അദ്ദേഹം ഭക്ഷണം പാചകം ചെയ്യുന്നു. സാധാരണ പൊതുഗതാഗത സംവിധാനത്തിൽ അദ്ദേഹം സഞ്ചരിക്കുന്നു. ലളിതമായ വസ്ത്രരീതികൾ. അദ്ദേഹം ആ തെരുവിലെ ആളുകൾക്കൊപ്പം നടക്കുന്നു, കുട്ടികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. പിന്നീട് 2001-ലാണ് അദ്ദേഹം കർദിനാളായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കർദിനാൾ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം തൻ്റെ നാട്ടുകാരോട്, കുടുംബാംഗങ്ങളോടും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആരും റോമിലേക്ക് എൻ്റെ ഈ കർദിനാളായി ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് വരേണ്ടതില്ല. കാരണം അത്രയും തുക നിങ്ങൾ ഈ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ പാവങ്ങൾക്ക് കൊടുക്കൂ എന്നാണ്. വിമാന ചെലവിനുള്ള ടിക്കറ്റിനുള്ള പൈസ നിങ്ങൾ ആ തെരുവിലുള്ള ആളുകൾക്ക് കൊടുത്ത് സഹായിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നേരത്തെ തന്നെ ശ്രദ്ധേയമായതാണ്. അദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം തൻ്റെ നിലപാടുകളിൽ അശേഷം വിട്ടുവീഴ്ച ചെയ്തതുമില്ല. ശരി, സരുണി ജോസാണ് വിശദമായ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.